ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഡ്രെയിനേജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള റിവേഴ്സ് അല്ലെ. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മള് ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു ഹിമാലയൻ റിവേഴ്സ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇനി അവരുടെ കോഴ്സ് അല്ലെ, അത് ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നതെന്ന് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, പെനിൻസുലാർ റിവേഴ്സ് നിങ്ങൾക്ക് അറിയാം, സീസണൽ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. എല്ലാ സമയത്തും പെനിൻസുലാർ റിവേഴ്സിൽ വെള്ളം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ പെനിൻസുലാർ റിവേഴ്സ്, the main water divide in peninsular India is formed by the Western Ghats. ആരാണ്? Western Ghats ആണ്, which runs from the north to south close to the western coast. അപ്പം വെസ്റ്റേൺ കോസ്റ്റിന് സമീപമായിട്ട് വരുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആണ് നമുക്ക് ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള വാട്ടർ ഡിവൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി മേജർ റിവേഴ്സ് ഓഫ് ദി പെനിൻസുല സച്ച് ആസ് മഹാനദി, പേരുകൾ ഓർക്കണേ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏതൊക്കെ ആൾക്കാരെ നമ്മളിപ്പോ പഠിച്ചത്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. Okay, Krishna and the Kaveri flow eastwards and drain into the Bay of Bengal. അപ്പം ഇത് എവിടുന്ന്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നല്ല. അപ്പൊ ഇവിടുന്ന് വെസ്റ്റേൺ ഗട്ട്സ് അത് ഈസ്റ്റ് അല്ലെ, ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈസ്റ്റ് വേർഡ് പോയിട്ട് അത് എവിടെ പോകും? ഇവിടെ എന്താ ഉള്ളത്? ബേ ഓഫ് ബംഗാൾ ഉണ്ട് അല്ലെ. ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അപ്പം ഈ ബേ ഓഫ് ബംഗാളിലേക്ക് എന്താവും? അത് ഫ്ലോ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഈ പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദം ദീസ് റിവേഴ്സ് മേക്ക് ഡെൽറ്റാസ് അറ്റ് ദെയർ മൗത്ത്സ്. അപ്പം ഇവര് എന്തും ഫോം ചെയ്യുന്നുണ്ട്? ഡെൽറ്റാസും ഫോം ചെയ്യുന്നുണ്ട്. Okay, there are numerous small streams flowing west of the Western Ghats. The Narmada and the Tapi are the only long rivers which flow west and make estuaries. അപ്പം എസ്റ്റുറീസ് ഫോം ചെയ്യുന്ന റിവേഴ്സ് ആയിട്ടുള്ള നർമ്മദ ആൻഡ് താപ്പി, അത് ലോങ് റിവേഴ്സ് ആണ്. നർമ്മദയും താപ്പിയും. മക്കള് പേരുകള് പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, നർമ്മദയൊക്കെ കുറെയൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം എന്തായാലും നമ്മള് പേരുകൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. പുതിയ പേരുകളാണ്, ചിലതൊക്കെ നിങ്ങൾ പഠിക്കും. ഡ്രെയിനേജ് ബേസിൻസ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ് ആർ കമ്പാരിറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്. അപ്പം ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻസ് എന്താണ്? ഈ പെനിൻസുലാർ റിവേഴ്സ് തന്നെ ചെറുതാണ്. അപ്പൊ ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻസ് എന്താണ്? ചെറുതാണ്. കമ്പാരിറ്റീവ്ലി ആരാ? ഹിമാലയൻ റിവേഴ്സിനെ അപേക്ഷിച്ചിട്ട് ചെറുതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നർമ്മദ ബേസിൻ. ഓക്കെ, നർമ്മദയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നർമ്മദ റൈസസ് ഇൻ ദി അമർകാണ്ടക്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാപ്പ് കൂടെ തന്നെ കൂട്ടുക കേട്ടോ. മാപ്പ് കൂടെ തന്നെ നോക്കുക, ഏതൊക്കെയാണ് സ്ഥലം നോക്കുക, എന്നിട്ട് മാപ്പിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിക്കും. ഓക്കെ, the Narmada rises in the Amarkandak hills in Madhya Pradesh. It flows towards the west in a rift valley formed due to faulting. അപ്പം മധ്യപ്രദേശിലാണ് അല്ലെ, മിഡിൽ പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് നർമ്മദ റിവറിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മധ്യപ്രദേശിലാണ്. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നിങ്ങൾക്ക് നർമ്മദ റിവർ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ഫ്ലോ ആണ് നർമ്മദ റിവറിന് ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും ഓൾമോസ്റ്റ് ആയിട്ട് നർമ്മദ റിവർ പോകുന്നുണ്ടാവുക. അപ്പം മധ്യപ്രദേശിലാണ് നർമ്മദ റിവറിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാപ്പ് കൂടെ തന്നെ കൊണ്ടുപോകണം പഠിക്കുന്ന സമയത്ത്. ഓക്കെ, so Narmada rises in the Amarkandak hills in Madhya Pradesh. It flows towards the west in a rift valley formed due to faulting. On its way to the sea, the Narmada creates many picturesque locations. The marble rocks near Jabalpur, where Narmada flows through a deep gorge, and the Duadkar Falls, where the river plunges over steep rocks, are some of the notable ones. അപ്പം ഇത് ഫോം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ നർമ്മദ റിവേഴ്സിന്റെ കോഴ്സില് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ.
All the tributaries of Narmada are very short and most of these join the main stream at right angles. അപ്പം ഇതിന്റെ ഒക്കെ എന്താണ്, ഷോർട്ട് ട്രിബ്യൂട്ടറീസ് ആണ്. ഈ നർമ്മദ റിവേഴ്സ് ഇങ്ങനെ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ട്രിബ്യൂട്ടറീസ് എല്ലാം ഷോർട്ട് ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ സ്ട്രീമിലേക്ക് ഇത് വരുന്നത് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്ട്രീമും എൻട്രി ചെയ്യുന്നുണ്ടാവുക. നർമ്മദ ബേസിൻ കവേഴ്സ് പാർട്സ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്. അപ്പം നമ്മൾ മാപ്പിൽ അത് കണ്ടതാണ്. മധ്യപ്രദേശിന്റെ പാർട്ടും ഗുജറാത്തിലുമാണ് മെയിൻ ആയിട്ട് നർമ്മദ റിവറിന്റെ ഒരു പാത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് നർമ്മദ റിവർ പഠിച്ചു കഴിഞ്ഞു. നർമ്മദ എവിടെയാണ് മെയിൻ ആയിട്ട്? നർമ്മദ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മധ്യപ്രദേശിലുള്ള ആ ഒരു ലൊക്കേഷൻ വേണം നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് തപി ബേസിൻ. ഓക്കെ, തപി Tapi rises in the Satpura ranges in the Batul. Okay, Tapi rises in the Satpura ranges in the Batul district of Madhya Pradesh. അപ്പം മധ്യപ്രദേശിലുള്ള ബത്തൂൾ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്, സത്പുരയിലാണ് തപി ഉള്ളത്. Okay, it also flows in a rift valley parallel to the Narmada, but it is much ഷോർട്ടർ ഇൻ ലെങ്ത്. അപ്പം നർമ്മദയ്ക്ക് പാരലൽ ആയിട്ട് തന്നെ മധ്യപ്രദേശിൽ കൂടെ നിങ്ങൾക്ക് തപിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നർമ്മദേന്റെ അത്രയും എന്തില്ല, വലുതല്ല തപി എന്ന് പറയുന്നത്. ഓക്കെ, നർമ്മദ ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് വഴി തന്നെയാണ്, മധ്യപ്രദേശിലേക്ക് തന്നെയാണ് തപിയും കാണാൻ പറ്റും. അതിനെ പാരലൽ ആയിട്ട് അല്ലെ, അതിനെ ഏറെക്കുറെ പാരലൽ ആയിട്ട് നിങ്ങൾക്ക് തപി കാണാൻ പറ്റും. ആൻഡ് നർമ്മദ എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരെയൊക്കെ വരച്ചു അല്ലെ, ഇത്രയും റീജിയൻ നമ്മൾ നർമ്മദയൊക്കെ കണ്ടു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോയിട്ട് ലാസ്റ്റ് ബേ ഓഫ് ബംഗാളിലേക്കാണ് പോവാ. നർമ്മദ ഇങ്ങനെ ബേ ഓഫ് ബംഗാളിലേക്ക് പോവാ. ആൻഡ് ഇവിടെ തപി എന്ന് പറയുന്നത് നർമ്മദേന്റെ അത്ര എന്തില്ല, ലെങ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി തപിയെ പറ്റി പറയുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക്. Its basin covers parts of Madhya Pradesh, Gujarat and Maharashtra. അപ്പം തപിക്ക് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? മധ്യപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്. The coastal plains between Western Ghats and the Arabian Sea are very narrow. ആ ഒരു വെസ്റ്റേൺ ഗട്ട്സിന്റെയും അറേബ്യൻ സീന്റെ ഇടയിലുള്ള കോസ്റ്റൽ ഏരിയാസ് അതെന്താണ്, ഭയങ്കര നാരോ ആണ്. Hence the coastal rivers are short. The main west flowing rivers are, ഏതൊക്കെയാണ് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ്? സബർമതി, മാഹി, ഭാരതപ്പുഴ ആൻഡ് പെരിയാർ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭാരതപ്പുഴ കേട്ടിട്ടുണ്ട്, പെരിയാർ കേട്ടിട്ടുണ്ട്, സബർമതി കേട്ടിട്ടുണ്ട് അല്ലെ, മയ്യഴിപ്പുഴ, മാഹി അല്ലെ. അപ്പം സബർമതി, മാഹി, ഭാരതപ്പുഴ ആൻഡ് പെരിയാർ. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റിവേഴ്സ് ആണ് മെയിൻ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഗോദാവരി ബേസിൻ. ഓക്കെ, ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ. It rises from the slope of the Western Ghats in the Nasik district of Maharashtra. Its length is about 1500 kilometers. അപ്പം ഇത് ഗോദാവരി എവിടെ നിന്നാണ് മക്കളെ ഒറിജിനേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്ര. കുറെ റിവേഴ്സ് പഠിക്കാനുണ്ട്, കുറെ റിവേഴ്സിന്റെ ഫ്ലോ പഠിക്കാനുണ്ട്, കുറെ റിവേഴ്സിന്റെ സ്ട്രീം അല്ലെ ബേസിൻസ് പഠിക്കാനുണ്ട്. പഠിക്കണം. ഓക്കെ, പഠിച്ചേ പറ്റുള്ളൂ. അപ്പം എവിടെയാണ്? വെസ്റ്റേൺ ഗട്ട്സിന്റെ നാസിക് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ മഹാരാഷ്ട്രയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എത്രയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്? 1500 കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ മാപ്പിൽ നോക്കുക. മാപ്പ് നിങ്ങൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നിങ്ങൾ എങ്ങോട്ട് പോവുക? മാപ്പ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, മാപ്പ് നോക്കുക. മാപ്പ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗോദാവരി കാണാൻ പറ്റും അല്ലെ. മഹാരാഷ്ട്രയുടെ അവിടെ ആയിട്ടാണ് ഗോദാവരി കാണുക. മഹാരാഷ്ട്ര നോക്കുക നിങ്ങൾ, ഗോദാവരി റിവർ ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. പല പല ഇതായിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഗോദാവരി എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. നാസിക് ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര അല്ലെ. (1500 കിലോമീറ്റർ ലെങ്ത് ആണ് ഇതിനുള്ളത്. ഓക്കെ, ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. നമ്മൾ കണ്ടു അല്ലെ, ബേ ഓഫ് ബംഗാളിലേക്കാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് ഡ്രെയിനേജ് ബേസിൻ ഇസ് ഓൾസോ ദ ലാർജസ്റ്റ് എമംഗ് ദി പെനിൻസുലാർ റിവേഴ്സ്. ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് പെനിൻസുലാർ റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സിനെയല്ല നമ്മൾ നോക്കുന്നത്. പെനിൻസുലാർ റിവേഴ്സില് ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് തന്നെയാണ്. നീണ്ട ഒരു ഫ്ലോ ആണ്.
ബേസിൻ കവേഴ്സ് പാർട്സ് ഓഫ് മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രന്റെ 50% ഓഫ് ബേസിൻ ഏരിയ ലൈസ് ഇൻ മഹാരാഷ്ട്ര. ഈ റിവറിന്റെ പകുതി ഭാഗവും എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണുള്ളത്. മധ്യപ്രദേശ് ഉണ്ട്. ബാക്കി ഭാഗങ്ങൾ എവിടെയുള്ളത്? മധ്യപ്രദേശിലുണ്ട്, ഒഡീഷയിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. അപ്പം ഗോദാവരി എന്ന് പറയുന്ന റിവറിന്റെ ഫ്ലോ എവിടേക്കാ വരുന്നത്? മഹാരാഷ്ട്രയാണ്. 50% അല്ലെ, പകുതി ഭാഗം, ഓൾമോസ്റ്റ് പകുതി ഭാഗം ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. പിന്നെ മധ്യപ്രദേശിലുണ്ട്, ഒഡീഷയിലുണ്ട് ആൻഡ് ആന്ധ്രാപ്രദേശിലും ഉണ്ട്. അതങ്ങനെയാണ് ഈ ഒരു ഗോദാവരി ബേസിൻ പോകുന്നത്. The Godavari is joined by a number of tributaries. അപ്പൊ ഗോദാവരിക്ക് കുറെ tributaries ഉണ്ട്. Godavari is joined by a number of tributaries such as the Purna, the Vardha, the Pranita, the Manjra, Vainganga and Penganga. അപ്പം ഇത്രയും ട്രിബ്യൂട്ടറീസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക ഗോദാവരിന്റെ. ഏതൊക്കെയാണ്? The Godavari is joined by a number of tributaries. ഏതൊക്കെ ട്രിബ്യൂട്ടറീസ് ആണുള്ളത്? പൂർണ്ണയുണ്ട്, വർദ്ധയുണ്ട്, പ്രണിതയുണ്ട്, മഞ്ച്രയുണ്ട്, വെയിൻഗംഗ ആൻഡ് പെങ്കങ്ങ. ഓക്കെ, അപ്പം ഇത്രയും എന്ത് ട്രിബ്യൂട്ടറീസ് ഉണ്ട് ആർക്ക്? ഗോദാവരിക്ക്. ഓക്കെ, the last 3 tributaries are very large. അവസാനത്തെ 3 ട്രിബ്യൂട്ടറീസ് ഭയങ്കര വലുതാണ്. Because of its length and the area it covers, it is also known as ദക്ഷിണ ഗംഗ എന്ന് പറയാറുണ്ട്. നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് പറയുന്ന റിവർ ഏതാ മക്കളെ? അത് ഗോദാവരിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കാരണമാണ്. അത് വളരെ ഒരു ലോങ് ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ദക്ഷിൺ ഗംഗ എന്ന് നമ്മൾ പറയുന്ന റിവർ ആണ് നമ്മളുടെ ഗോദാവരി എന്ന് പറയുന്നത്. ഓക്കെ, ഗോദാവരി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മഹാനദി ബേസിൻ. അപ്പൊ നിങ്ങൾ ഒരു പുതിയ റിവർ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് മാപ്പിൽ അത് എവിടെയാണുള്ളത്. ഇന്ത്യയുടെ മാപ്പ് എടുക്കുക. ഇന്ത്യയുടെ മാപ്പിൽ ഈ റിവർ എവിടെയാണ് കാണുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഉള്ളത് മഹാനദി ബേസിൻ. The Mahanadi rises in the highlands of Chhattisgarh. It flows through Odisha to reach the Bay of Bengal. അപ്പം മഹാനദി എവിടെയാണുള്ളത്? ഛത്തീസ്ഗറിലാണുള്ളത്. ഫ്ലോസ് ത്രൂ ഒഡീഷ ടു റീച്ച് ദി ബേ ഓഫ് ബംഗാൾ. നിങ്ങൾ മാപ്പിൽ നോക്കുക, ഛത്തീസ്ഗറിന്റെ ഏരിയയിൽ നോക്കുക, നിങ്ങൾ മഹാനദി കാണാൻ പറ്റും. നിങ്ങൾ മഹാനദി കാണുക, ഐഡന്റിഫൈ ചെയ്യുക, മഹാനദി ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ, മഹാനദി ഇങ്ങനെ ഈ ഒരു ഒഡീഷയിൽ നിന്നൊക്കെ ഉള്ള ഈ ഒരു ഫ്ലോ ആണ്. എന്നിട്ട് ഇവിടെ കുറെ ട്രിബ്യൂട്ടറീസ് ഒക്കെ ആയിട്ട് ലാസ്റ്റ് ബേ ഓഫ് ബംഗാളിൽ പോയിട്ട് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ മഹാനദിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു വഴിയിലാണ് മഹാനദി പോകുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മഹാനദിയുടെ ഡയറക്ഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് its drainage basin is shared by Maharashtra, Chhattisgarh, Jharkhand and Odisha. അപ്പം ഇത്രയും ആൾക്കാര് ലെങ്ത് എന്ന് പറയുന്നത് 860 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മഹാനദി. നെക്സ്റ്റ് കൃഷ്ണയാണ്. കൃഷ്ണ റൈസിംഗ് ഫ്രം എ സ്പ്രിംഗ് നിയർ മഹാബലേശ്വർ, ദ കൃഷ്ണ ഫ്ലോസ് ഫോർ അബൌട്ട് 1400 കിലോമീറ്റർ. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദി ഫ്ലോ ചെയ്യുന്നത്. 1400 കിലോമീറ്റേഴ്സ് ആൻഡ് റീച്ചസ് ദി ബേ ഓഫ് ബംഗാൾ. ദ തുംഗഭദ്ര, ദ കൊയാന, ദ ഘട്പ്രഭ, ദ മൂഷി ആൻഡ് ദ ഭീമ ആർ സം ഓഫ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പൊ ട്രിബ്യൂട്ടറീസിന്റെ പേര് മക്കൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് പറയുന്നത്? തുംഗഭദ്ര, കൊയാന, ഘട്പ്രഭ, മൂഷി ആൻഡ് ഭീമ ആർ സം ഓഫ് ഇറ്റ്സ് tributaries. Its drainage basin is shared by Maharashtra, Karnataka and Andhra Pradesh. അപ്പം ഡ്രെയിനേജ് ബേസിൻസ്, കൃഷ്ണ നദിയുടെ ഡ്രെയിനേജ് ബേസിൻസ് ഏതൊക്കെയാണ്? കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ആന്ധ്രാപ്രദേശും ഉണ്ട്. സോ ഇത്രയാണ് കൃഷ്ണ നദീനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് കാവേരി ബേസിൻ. ഓക്കെ,
Kaveri Basin. The Kaveri rises in the Brahmagiri range of the Western Ghats. Western Ghats inde nammada ivide ingane Western coast inde avade endunda Western Ghats ഉണ്ട്. ഈ Western Ghats inde Brahmagiri coastലാണ് Kaveri Basin നമുക്ക് കാണാൻ പറ്റുക. And it reaches the Bay of Bengal in South Kudalur in തമിഴ്നാട്. തമിഴ്നാടിലെ സൗത്ത് കുഡലൂർ വഴിയാണ് ഇത് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബ്രഹ്മഗിരി എവിടെയാ കാണാൻ പറ്റുന്ന? വെസ്റ്റേൺ ഗട്ട്സിലാണ് നിങ്ങൾക്ക് കാവേരി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദി റിവർ ഇസ് അബൌട്ട് 760 കിലോമീറ്റേഴ്സ്. കാവേരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 760 കിലോ. ഓരോ റിവർ പഠിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ലെങ്ത്തും കൂടെ പഠിച്ചുകൊണ്ട് പോവാട്ടോ. സോ the length of the river is about 760 kilometer. Its main tributaries are ഏതൊക്കെയാണ്? അമരാവതി ഉണ്ട്, ഭവാനി ഉണ്ട്, ഹേമവതി ഉണ്ട് ആൻഡ് കബിനി. അപ്പം ഇത്രയുമാണ് അതിന്റെ ട്രിബ്യൂട്ടറീസ്. കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് മക്കളെ? അമരാവതി ഉണ്ട്, ഭവാനി ഉണ്ട്, ഹേമവതി ഉണ്ട്, കബനി. Its basin drains parts of കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. അപ്പൊ നമുക്ക് അടുത്തായിട്ടുള്ള ഒരു റിവർ ആണ് അല്ലെ. എന്താണ്? ബേസിൻ ഡ്രെയിൻസ് പാർട്സ് ഓഫ് കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. അപ്പൊ നിങ്ങൾ കാവേരി എന്ന് പറയുന്ന റിവർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റീജിയനിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഈ കാവേരി കൊണ്ടുപോയിട്ട് മേലെ അവിടെ ഹിമാലയൻ റിവേഴ്സിന്റെ അവിടെ പോയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ലോജിക്കലി എന്ത് ചെയ്യണം? ഓരോ ബോർഡർ എവിടെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ഓക്കെ, beside these major rivers there are some smaller rivers flowing towards the east. ഈ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ മേജർ റിവേഴ്സ് ആണ്. കുറച്ച് മൈനർ ആയിട്ടുള്ള അല്ലെ, കുറച്ച് കുഞ്ഞു കുഞ്ഞു റിവേഴ്സും ഈസ്റ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. the Damodar, the Brahmani, the Baidarani and the Subarnarekha are some of the notable examples. അപ്പം കുറച്ച് കുഞ്ഞി നദികളും ഉണ്ട്. അതിന്റെ പേരുകളാണ് ബൈതരണി, ദാമോദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ബ്രാഹ്മണി എന്നൊക്കെ പറയുന്ന, സുബർണരേഖ എന്നൊക്കെ പറയുന്ന റിവേഴ്സ് അതിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ അതും കൂടെ അതിന്റെ കൂടെ ചേർത്തിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഇനി കുറച്ച് ഫാക്ടുകളാണ്. ഓക്കെ, ദ റിവർ makes the second biggest Kaveri ആണ് മക്കളെ. Kaveri makes the second biggest waterfall in India known as എന്താ? Shivasamudram. The hydroelectric power generated from the falls is supplied to Mysore, Bangalore and the Kolargod field. ഇതൊക്കെ ഡു യു നോ ഫാക്ട്സ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. 70% of the world's surface is covered with water, but 97% of that is salt water. അല്ലെ, നമ്മുടെ ഭൂമിയുടെ 71% വാട്ടർ ആണ്. പക്ഷെ അതിൽ തന്നെയും 97% എന്ന് പറയുന്നത് ഉപ്പുജലമാണ്. Of the 3% that is available as fresh water, 3/4 of it is trapped as ice. ഇനി റിമൈനിങ് ആയിട്ടുള്ള 3% ഉണ്ട് അല്ലെ. 97 എന്ന് പറയുന്നതും എന്താണെന്ന് പറഞ്ഞു? 97 എന്ന് പറയുന്നതും ഉപ്പുജലമാണ്, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ആണ്. ബാക്കി ഒരു 3% ഉണ്ട്. അതിന്റെ മേജർ പാർട്ടും എന്താണ്? ഐസ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രഷ് വാട്ടറിന്റെ 3/4 എന്ന് പറയുന്നത് എന്താണ്? അത് ഐസ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് 1/4 മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഡിസ്കസ് ചെയ്തത്. നമ്മൾ മെയിൻ ആയിട്ട് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലെ പഠിച്ചത്. പെനിൻസുലാർ റിവേഴ്സിന്റെ പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. പെനിൻസുലാർ റിവേഴ്സിന്റെ ഫ്ലോ അല്ലെ, ഏതൊക്കെ വഴിയിലൂടെയാണ് പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ മാപ്പ് വെച്ചിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾ മാപ്പ് ഓരോരോ സെന്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ മാപ്പിൽ നോക്കുക എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. നിങ്ങൾ കറക്റ്റായിട്ട് മാപ്പിൽ നോക്കുക, എന്നിട്ട് പഠിക്കുക. പുതിയ പേരുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പേരുകൾ 1-2 വട്ടം വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പേരുകളാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. പേരുകൾ കാണുമ്പോൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സോ ഇത്രയാണ്. ബാക്കി നമുക്ക് ലേക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.